ഓം നമഃശിവായ. ധ്യാനം എന്നത് പരിശീലനത്തിലൂടെ നേടേണ്ടതാണോ അതോ സ്വാഭാവികമായും സാധനാ പുരോഗതിക്കനുസരിച്ച് സംഭവിക്കുന്നതാണോ? ആണെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് ധ്യാനത്തിന് വേണ്ടി എടുക്കേണ്ടത്? പ്രത്യാഹാരം, ധാരണ തുടങ്ങിയവ. ഇതിന് ഉത്തരം സ്വാമി ഇവിടെ വെച്ച് പറയുന്നത് ഉചിതമാണെന്ന് കരുതുന്നില്ല. ധ്യാനം ഏതായാലും പരിശീലിക്കേണ്ട വിഷയമല്ല. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, മെഡിറ്റേഷൻ ഈസ് എ നൗൺ, നോട്ട് എ വേർബ്. ധ്യാനം എന്നത് നാമപദമാണ്, ക്രിയാപദമല്ല. നമ്മൾ സാധാരണ ധ്യാനം പരിശീലിക്കുക എന്നൊക്കെ പ്രയോഗിക്കും, പക്ഷെ ആ പ്രയോഗം ശരിയല്ല. ധ്യാനം എന്നത് അവസ്ഥയാണ്, ചെയ്തിയല്ല. ഓക്കെ, ഇനി അതിലേക്കുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, എന്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള വിശദീകരണങ്ങളോടെ പറയുന്നതുകൊണ്ടേ ഗുണമുണ്ടാവുള്ളൂ. ഈ ഒരു മേഖലയിലേക്ക് പ്രവേശിച്ചിട്ടില്ല, പക്ഷേ താല്പര്യമുണ്ട് എന്നാണെങ്കിൽ നാമജപത്തിൽ ആരംഭിക്കും. നാമജപത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അടുത്ത പടി ഏതെങ്കിലും നാരദദൂതൻ വന്ന് പറഞ്ഞുതരും. നാരദനെ പൊതുവെ കലഹപ്രിയൻ എന്നൊക്കെയാണ് ആക്ഷേപിക്കാറ്. ശരിക്കും സദ്ഗുരുവാണ്. രാമായണ ഇതിഹാസവും ഭാഗവത പുരാണവും ഒക്കെ ലഭിച്ചതിൽ നമ്മൾ ശ്രീനാരദരോട് കടപ്പെട്ടിരിക്കണം. അതുകൊണ്ട് ശ്രീനാരദരെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും സദ്ഗുരു എന്ന് വിശേഷിപ്പിക്കണം. എത്ര പേരുടെ കാര്യത്തിലാണ് നാരദർ കൃത്യസമയത്ത് എത്തിച്ചേരുന്നത്? പുരാണ ഇതിഹാസങ്ങളിലൊക്കെ കാണാം. നാരദർ വരും എന്ന് പറയും. നാമജപം ആരംഭിച്ചോളൂ. ഈ സാധനാ പാതയിൽ വഴി കിട്ടാതെ ഞാനിങ്ങനെ അലയുകയാണ് എന്ന വിഷമം ആർക്കും ഉണ്ടാവില്ല. നിസ്സാരമായ എന്ന് തോന്നുന്ന നാമജപത്തെ മുറുകെ പിടിച്ചാൽ അതാത് സമയത്ത് വേണ്ട പ്രകാരത്തിലുള്ള മാർഗദർശനം നൽകാൻ ആളുകൾ എത്തിപ്പെടും. അവരൊക്കെ നാരദ ദൂതന്മാരാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ധാരണ, ധ്യാനം, സമാധി ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇത്തരമൊരു വേദിയിൽ പറയുന്നത് ഉചിതമാവില്ല.